ഇനിയും നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സ് നൽകുന്ന ഡിസ്കഷൻ ക്ലാസ്സുകളിലൂടെയോ സ്വന്തമായി റെഫർ ചെയ്തോ നിങ്ങൾ കണ്ടെത്തുക. ഇനിയും നമ്മളുടെ ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് നമ്മളുടെ ഫിംഗർ ടിപ്സിലാണ് വരേണ്ടത്. ബയോളജി ആയിക്കോട്ടെ, കെമിസ്ട്രിയിൽ നിന്ന് പല ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതിൻ്റെ എല്ലാം ആൻസേഴ്സ് നമ്മളുടെ ഫിംഗർ ടിപ്സിൽ ഉണ്ടാവണം. അതിനായി NCERTയിലെ ഓരോ ഡയഗ്രാംസും ഓരോ ടേബിൾസ്, അതുപോലെ തന്നെ ഡയഗ്രാംസിന് താഴെ കൊടുത്തിട്ടുള്ള കണ്ടൻസ്, ഇതെല്ലാം നമുക്ക് സ്ട്രോങ് ആക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ള ടൈമാണ് ഇനിയും നമ്മളുടെ കയ്യിലുള്ളത്. ബയോളജിയാണ് നമ്മളുടെ എക്സാമിൽ ടൈം സേവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ സേവ് ചെയ്ത ടൈമാണ് നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും യൂസ് ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ NCERT ബേസ്ഡ് ആയിട്ടാണ് പഠിച്ചത്. നീറ്റ് എക്സാമിനും NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതുവരെ ബ്രില്യൻറ്റിൽ നിങ്ങൾ വളരെയധികം മോഡലുകൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് തന്നെയും നീറ്റ് എക്സാമിനും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങൾ നീറ്റ് എഴുതിയ സമയം ഞങ്ങൾക്ക് 3 മണിക്കൂറായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്യാൻ കിട്ടിയിരുന്നത്. ബട്ട് നിങ്ങൾക്ക് 3 മണിക്കൂർ 20 മിനിറ്റാണ് കിട്ടാൻ പോകുന്നത്. ദാറ്റ് മീൻസ് 20 മിനിറ്റ്സ് എക്സ്ട്രാ. സോ യു ക്യാൻ യൂട്ടിലൈസ് ദ എക്സ്ട്രാ ടൈം. അപ്പോൾ നിങ്ങൾ ബയോളജിയിൽ സേവ് ചെയ്ത ടൈമാണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളുടെ ഒരേ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ആ 3 hour 20 മിനിറ്റ്സിനെ എങ്ങനെ ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയും പരിശ്രമിക്കേണ്ടത്. കൃത്യമായി ടൈം മാനേജ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. 2.5 hours അല്ലെങ്കിൽ 3 hours കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്കിലും മാത്രമേ നിങ്ങൾക്ക് ഹോൾ ടൈം നീറ്റ് എക്സാമിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഈ പീരീഡിലൂടെ പോകുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ടെൻഷൻ അനുഭവപ്പെടാം. ഞാനും ഈ അവസ്ഥയിലൂടെ തന്നെ കടന്നു പോയതാണ്. ടെൻഷൻ ഒരു തരത്തിലും നമ്മളുടെ റാങ്കിനെയോ മാർക്കിനെയോ കൂട്ടത്തില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് വേസ് ടു അവോയ്ഡ് ഇറ്റ്. സോ പേരൻസിനോടോ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ക്ലാസ് മെൻറ്റേഴ്സിനോടോ നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങളുടെ ആ ടെൻഷൻ കുറച്ചൊന്ന് കുറയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജ് ആണെങ്കിൽ ആ കോളേജിൻ്റെ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. സോ യു വിൽ ഫൈൻഡ് വേസ് ടു അവോയ്ഡ് ഇറ്റ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, ഗസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എല്ലാം ആൻസേഴ്സ് കണ്ടുപിടിക്കുകയാണ് നമ്മളുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലൂടെ മാത്രം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നീറ്റിൽ നല്ലതായി പെർഫോം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ടെൻഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എക്സാം എഴുതാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ നമ്മളുടെ ഹെൽത്ത് തന്നെയാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ. ആരോഗ്യമുള്ള മനസ്സാണ് കോൺഫിഡൻ്റായി നമ്മളെ എക്സാം എഴുതാൻ സഹായിക്കുന്നതും. നമ്മളുടെ ബെസ്റ്റ് നമ്മളുടെ എക്സാമിന് കൊടുക്കണമെങ്കിൽ ആ ഒരു ടൈം നമ്മൾ വളരെ അറ്റൻറ്റീവ് ആയിരിക്കണം. സോ നമ്മളുടെ ഒരു ഡേയിലെ എല്ലാ റുട്ടീൻസും അതനുസരിച്ചിട്ട് നമ്മൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മളുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകാനായി. 2 to 5:20 ഈ ടൈം ആയിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റൻറ്റീവായി ഇരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ എക്സാമിൽ നിങ്ങളുടെ 100% നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലരുടെയും സ്ലീപ്പ് വേക്ക് സൈക്കിൾ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർ ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും, ചിലവർ ഏർലി മോർണിംഗ് ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും. സോ ഇതിൽ കുറച്ച് മാറ്റം വരുത്തേണ്ട സമയം കൂടിയാണ് ഇനിയും വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ അറ്റൻറ്റീവ് ആയിരിക്കേണ്ട സമയം ആ 2 to 5:20 എന്ന് പറയുന്ന ടൈമാണ്. അപ്പം അവിടെ അറ്റൻറ്റീവായിട്ടിരിക്കാൻ സ്യൂട്ടബിളായിട്ടുള്ള ഏത് സൈക്കിളാണോ അത് നിങ്ങൾ ഇനി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. സോ നന്നായി ഉറങ്ങി നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഹെൽത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ കോൺഫിഡൻ്റായി ഇരിക്കുക. യു ഹാവ് സ്റ്റുഡ് അപ്പ് വിത്ത് ആൻ അംബിഷൻ. യു ഹാവ് ബീൻ വർക്കിംഗ് സോ സ്മാർട്ട്ലി ടിൽ ഡേറ്റ്. നൗ ഇറ്റ്സ് ടൈം ടു പ്രൂവ് യുവർ സെൽഫ് ത്രൂ യുവർ റിസൾട്ട്. എയിംസ് ഡൽഹി ലക്ഷ്യമാക്കി പഠിക്കുന്നവർ നിരവധിയാണ്. നിങ്ങളുടെ പ്രയത്നത്തിലൂടെ എയിംസ് ഡൽഹിയിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നമുക്ക് എയിംസ് ഡൽഹിയിൽ വെച്ച് കാണാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.